സമാജം HSS മുതുകുളത്തിന്റെ +2 സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചാപ്റ്റർ 7 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ തേർഡ് പാർട്ട് പഠിക്കാം. നമ്മൾ എന്തെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ പഠിച്ചു. സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് നോൺ ആസ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് എറർ. എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിലും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിലും സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ നമ്മൾ കണ്ടിരുന്നു. എന്തായിരുന്നു സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്? Standard error of sample mean is equal to sigma by root n. In case of simple random sampling without replacement, standard error of sample mean എന്തായിരുന്നു? Root of n minus n by n minus 1 into sigma square by n. ഇനി പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സെൻട്രൽ ലിമിറ്റ് തിയറം അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പഠിച്ചു. എല്ലാവരും എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സം ഇമ്പോർട്ടൻറ്റ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. പ്രധാനപ്പെട്ട ചില സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് 3 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. chi-square ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ chi-square ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് വിശദമായി നമുക്കിന്ന് പഠിക്കാം. chi-square ഡിസ്ട്രിബ്യൂഷൻ. chi-square distribution was first introduced by the German statistician Friedrich Robert Helmert, where he computed the sampling distribution of the sample variance of a normal population. Thus, in German, this was traditionally known as Helmertian or Helmert distribution. And the German സ്റ്റാറ്റിസ്റ്റിഷ്യനായ ഫ്രെഡറിക് റോബർട്ട് ഹെൽമർട്ട് ആണ് ആദ്യമായിട്ട് chi-square ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാ? അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഫ്രെഡറിക് റോബർട്ട് ഹെൽമർട്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനിക്കാർ ഈ ഡിസ്ട്രിബ്യൂഷനെ എന്ത് പേരിലും വിളിക്കപ്പെടുന്നുണ്ട്? ഹെൽമർട്ട് ഡിസ്ട്രിബ്യൂഷൻ. chi-square ഡിസ്ട്രിബ്യൂഷന്റെ മറ്റൊരു പേരാണ് എന്ത്? ഹെൽമർട്ട് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി chi-square ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് വിശദമായി പഠിക്കാം. Let Z1, Z2, etc. Zn are n independent standard normal variables. Then the sum of squares of these variables is said to follow chi-square distribution with n degrees of freedom and is denoted as chi-square with n degrees of freedom. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരിക്കൽ x നെ കുറച്ച് ചരിച്ചെഴുതുന്ന ഈ രീതി, ഇതിനെ എന്താ റീഡ് ചെയ്യുന്നത്? chi-square with n degrees of freedom. എന്തായിരുന്നു chi-square distribution? Z1 square plus Z2 square plus etc. plus Zn square. Z1, Z2, etc. Zn എന്തായിരുന്നു? ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ്. അതായത് സ്ക്വയർ ഓഫ് ദി സം ഓഫ് ദി സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദി സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് follows chi-square distribution with n degrees of freedom. The chi-square variable follow distribution which is called chi-square distribution. chi-square variable follow ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന പേരാണ് chi-square distribution. chi-square variable ഏതാണ്? Sum of squares of standard normal variables. Sum of squares of standard normal variables follows chi-square distribution with n degrees of freedom. Once again എന്താണ്? Let Z1, Z2, etc. Zn are n independent standard normal variables. Then the sum of squares of these variables is said to follow. Sum of squares എന്ന് പറയുമ്പോൾ എന്താണ്? Z1 square plus Z2 square plus etc. plus Zn square follows chi-square distribution with n degrees of freedom and is denoted as chi-square with n. വായിക്കുന്നത് എങ്ങനെയാണ്? x ചരിച്ചെഴുതിയിട്ട് ബ്രാക്കറ്റിൽ n എഴുതി കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ റീഡ് ചെയ്യും? chi-square with n degrees of freedom. Chi-square variable will follow a distribution which is called a chi-square distribution. മനസ്സിലായോ എല്ലാവർക്കും? Suppose x1, x2, x3, etc. xn be a random sample from a normal distribution with mean mu and variance sigma square. Then Zi is equal to xi minus mu by sigma. I is equal to 1, 2, 3, etc. n are independent standard normal variables. So, summation Zi square follows chi-square with n degrees of freedom.
നമുക്കറിയാവുന്ന കാര്യമാണ്. x1 x2 x3 എക്സെട്ര xn എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഈ x1 x2 x3 എക്സെട്ര എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ വേരിയബിൾസ് ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും മീൻ മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയറുമാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം Zi എന്താണ്? xi മൈനസ് മ്യൂ ബൈ സിഗ്മ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0 ആൻഡ് വേരിയൻസ് 1. അങ്ങനെ Zi is equal to xi minus mu by sigma follows standard normal variable. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് അപ്പൊ എന്താ സമ്മേഷൻ Zi സ്ക്വയർ അതായത് Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് Zn സ്ക്വയർ ഫോളോസ് chi square with n degrees of freedom. The variable summation Zi square എങ്ങനെ എഴുതാ? Summation xi minus mu by sigma the whole square is also a chi-square variable. Its distribution is called a chi-square distribution. Clear ആയോ എല്ലാവർക്കും? നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് നോക്കാം. The degrees of freedom refer to the number of independent observations in a set of data. ഒരു സെറ്റ് ഡേറ്റയിലുള്ള സ്വതന്ത്ര ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് ഇപ്പോൾ ഒരു സെറ്റ് ഡേറ്റയിൽ നിന്ന് 10 ഡേറ്റ സെലക്ട് ചെയ്യണം. അത് നമ്മുടെ ചോയ്സ് ആണ്. 10 ഡേറ്റ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 10 ആണ്. പക്ഷെ അവിടെ നമുക്ക് ഒരു നിബന്ധന പറയുകയാണ്, ഈ 10 ഡേറ്റ ചൂസ് ചെയ്യുന്നതിന്റെ സം 100 ആവണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിലെന്താ, നമ്മളിപ്പോൾ 9 സംഖ്യ വരെ ചൂസ് ചെയ്തു. 9 സംഖ്യ വരെ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സം 95 വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ സം 95 വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ആകെ 5 മാത്രം. അവിടെ ഒരു നിബന്ധന നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 10 സംഖ്യകളുടെ ടോട്ടൽ എത്രയാവണം? 100 ആകണം എന്ന നിബന്ധന നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നിബന്ധന പാലിക്കണമെങ്കിൽ ലാസ്റ്റ് 9 സംഖ്യ വരെ കൂട്ടിയപ്പോൾ 95 കിട്ടിയെങ്കിൽ ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പർ എന്ത് തന്നെ ആയിരിക്കണം? 5. അവിടെ നമ്മുടെ എന്ത് കുറഞ്ഞു? ഫ്രീഡം കുറഞ്ഞു. അപ്പൊ അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോ അങ്ങനെ ഒരു നിബന്ധന വന്നതുകൊണ്ട്, നിബന്ധന ഇമ്പോസ് ചെയ്തത് കൊണ്ട് അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായി? 9 ആയി. അപ്പൊ അതിനെ നമുക്ക് എന്താ പറയാ? ഇഫ് വി ഹാവ് ടു ചൂസ് n numbers and a condition on their total is imposed. ടോട്ടലിൽ ഒരു കണ്ടീഷൻ കൂടി പറയുകയാണെങ്കിൽ we will have only n-1 degrees of freedom. ക്ലിയർ ആയല്ലോ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? എത്ര ഒബ്സർവേഷൻസ് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്താ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഒരു സെറ്റ് ഡേറ്റയിലെ ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? പ്രോപ്പർട്ടീസ് ഓഫ് chi-square distribution. If chi-square follows chi-square distribution with n degrees of freedom, then mean of chi-square distribution is equal to n. Variance of chi-square distribution is equal to 2n. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. മീൻ ഓഫ് chi-square distribution എത്രയാണ്? n. വേരിയൻസ് ഓഫ് chi-square distribution 2n. If Z is a standard normal variable, the square of standard normal variable, അതായത് Z square, follows chi-square distribution with the 1 degrees of freedom. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഒന്ന് പഠിക്കുക. എന്തായിരുന്നു ഫസ്റ്റ് പ്രോപ്പർട്ടി? chi-square follows chi-square distribution with n degrees of freedom ആണെങ്കിൽ mean of chi-square distribution n ആയിരിക്കും. വേരിയൻസ് ഓഫ് chi-square distribution 2n ആയിരിക്കും. Z ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ Z square also follows chi-square distribution with the degrees of freedom 1. Z square follows chi-square distribution with the degrees of freedom 1. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. chi-square distribution is positively skewed. chi-square distribution ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും കർവിന്റെ ബെൻഡ് വരിക. അതുപോലെ തന്നെ നാലാമത്തെ പ്രോപ്പർട്ടി എന്താണ്? as n tends to infinity, chi-square distribution can be approximated by normal distribution. n വളരെ വലുതാണെങ്കിൽ chi-square distribution എന്തിലോട്ട് മാറും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട്
മാറും. അപ്പൊ 4 പ്രോപ്പർട്ടീസ് ഏതെല്ലാമായിരുന്നു? 4 പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? chi-square ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്നും വേരിയൻസ് 2n. സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു? z എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണെങ്കിൽ z² ഫോളോസ് എന്തായിരുന്നു? chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? chi-square ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. നാലാമത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി chi-square ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ബൈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്, the ratio n² by sigma square will be a chi-square with n-1 degrees of freedom and is denoted as chi-square with n-1, where s² is the sample variance. where s² is the sample variance. ഇത് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. n² by sigma square follows chi-square with n-1 degrees of freedom. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു പഠിക്കുക. n² by sigma square follows chi-square with n-1 degrees of freedom. chi-square ഡിസ്ട്രിബ്യൂഷന്റെ ആപ്ലിക്കേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് chi-square distribution. chi-square distribution is used to test goodness of fit. goodness of fit ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി chi-square distribution ഉപയോഗിക്കുന്നു. എന്താണ് goodness of fit? Discrepancy between observed values and the expected values. expected values observed values തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ആണ് goodness of fit എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഏറ്റവും അനുയോജ്യമാണ് എന്ത്? chi-square distribution. രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് ആപ്ലിക്കേഷൻ നോക്കിയേ. the independence of attributes. എന്താണ് attributes? ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിന്റെ ഇൻഡിപെൻഡൻസ് പരിശോധിക്കുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? chi-square ടെസ്റ്റ് ഉപയോഗിക്കാം. മൂന്നാമത്തത് നോക്കിയേ. the variance of a single population equals a given value. ഒരു സിംഗിൾ പോപ്പുലേഷന്റെ വേരിയൻസ് എപ്പോഴും ഒരു നിശ്ചിത വാല്യൂ തന്നെ ആയിരിക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? ടേബിൾ ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 312 chi-square ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു റോയും ഒരു കോളവും ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ആൽഫ എന്ന് പറയുന്ന ഒരു റോയും ഉണ്ട്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഒരു കോളവും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ chi-square വാല്യൂസ് ഇതിൽ നോക്കി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടേബിൾ നോക്കാൻ എല്ലാവരും പഠിക്കണം. അതിനുള്ള പ്രോബ്ലംസ് പറഞ്ഞു തരാം. അപ്പൊ ടെക്സ്റ്റിലെ പേജ് നമ്പർ 312 chi-square ടേബിൾ ഉണ്ട്. അപ്പൊ അതെടുത്ത് വെക്കുക. അത് നോക്കുക. ടേബിൾ നോക്കാനും പഠിച്ചാൽ മാത്രമേ chi-square ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രോബ്ലം നോക്കിയേ. ഫോർ ആൽഫ ഈസ് ഈക്വൽ ടു 0.05 ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5, ദ വാല്യൂ ഓഫ് chi-square 11.07. അപ്പോൾ ആൽഫ 0.05ഉം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5ഉം ആയപ്പോഴുള്ള chi-square എന്ന് പറയുന്നത് 11.07 ആണ്. അതായത് നോക്കി അതിന്റെ ഗ്രാഫ് നമ്മൾ പറഞ്ഞു, chi-square ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ്ലി സ്ക്യൂഡ് ഗ്രാഫ് ആണ്. അപ്പൊ ഇവിടെ chi-squareന്റെ വാല്യൂ ഇതാണെങ്കിൽ ഈ ഏരിയ ആണ് ആൽഫ സിഗ്നിഫിക്കൻസ് ലെവൽ. ആൽഫ 0.05 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5ഉം ആയിട്ടുള്ള ഏരിയ 11.07 ഏരിയ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് chi-square 5 ഗ്രേറ്റർ ദാൻ 11.07 ഈസ് ഈക്വൽ ടു 0.05. അപ്പൊ നമുക്ക് ഇതിനെ വേർഡ്സിൽ എങ്ങനെ പറയാം? probability of chi-square n greater than chi-square is equal to alpha. അല്ലെങ്കിൽ എങ്ങനെ? probability of chi-square distribution with n degrees of freedom greater than chi-square is equal to alpha. probability of chi-square n greater than chi-square is equal to alpha. നമുക്ക് എന്തൊക്കെ തന്നിരിക്കും? n തന്നിട്ടുണ്ടാവും, ആൽഫയും തന്നിട്ടുണ്ടെങ്കിൽ ഈ chi-squareന്റെ വാല്യൂ ആണ് നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കേണ്ടി വരിക. ഇനി അടുത്ത 1-2 പ്രോബ്ലങ്ങളിലൂടെ അത് ക്ലിയർ ആയി പറഞ്ഞു തരാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് chi-square if. ഒന്നാമത്തെ പ്രോബ്ലം നോക്കിയേ. പ്രോബബിലിറ്റി ഓഫ് chi-square 10 ഗ്രേറ്റർ ദാൻ chi-square ഈസ് ഈക്വൽ ടു 0.1.
രണ്ടാമത്തെ പ്രോബ്ലം പ്രോബബിലിറ്റി ഓഫ് chi square 8 ഗ്രേറ്റർ ദാൻ chi square ഈസ് ഈക്വൽ ടു 0.01. മൂന്നാമത്തെ പ്രോബ്ലം പ്രോബബിലിറ്റി ഓഫ് chi square 2 ഗ്രേറ്റർ ദാൻ chi square ഈസ് ഈക്വൽ ടു 0.05. ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം പ്രോബബിലിറ്റി ഓഫ് chi square 10 ഗ്രേറ്റർ ദാൻ chi square ഈസ് ഈക്വൽ ടു 0.1. നമുക്ക് ഈ chi square ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് chi square 10, അപ്പൊ n ഇവിടെ എത്രയാണെന്ന് തന്നിട്ടുണ്ട് 10, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10, ആൽഫ എത്രയാണെന്ന് തന്നിട്ടുണ്ട് 0.1. അപ്പൊ നമ്മുടെ chi square ടേബിളിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10 ചൂസ് ചെയ്യുക. ആൽഫ 0.1, അപ്പൊ അത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് നോക്കി 15.9872. 15.9872. അപ്പൊ ആ 15.9872നെ കറക്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? chi square is equal to 15.99. ക്ലിയർ ആയല്ലോ? n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈ സൈഡിൽ നോക്കുക, ആൽഫ ഈ സൈഡിൽ നോക്കുക. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10, ആൽഫ 0.1, അത് രണ്ടും കൂടെ ചേരുന്ന പോയിന്റ് 15.9872. അത് കറക്റ്റ് ചെയ്ത് 15.98. മനസ്സിലായോ എല്ലാവർക്കും? ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് chi square 8 ഗ്രേറ്റർ ദാൻ chi square ഈസ് ഈക്വൽ ടു 0.01. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാ? 8, ആൽഫ എത്രയാ? 0.01. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 8 ചൂസ് ചെയ്യാം. 8, ആൽഫ 0.01, ഇത് രണ്ടും കൂടെ ചേരുന്ന കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതാ? 20.0902. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 20.09. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് chi square 8 ഗ്രേറ്റർ ദാൻ chi square ഈക്വൽ ടു 0.01. ആ 0.01 ആൽഫ n എന്ന് പറയുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 8. അപ്പൊ അതിൽ നോക്കുമ്പോൾ നമുക്ക് chi squareന്റെ വാല്യൂ എത്രയാന്ന് കിട്ടി? 20.09. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. പ്രോബബിലിറ്റി ഓഫ് chi square 2 ഗ്രേറ്റർ ദാൻ chi square ഈസ് ഈക്വൽ ടു 0.05. 0.05 ആണ് ഇവിടെ ആൽഫ. n എന്ന് പറയുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാ? 2, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2, ആൽഫ 0.05. 0.05 ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതാ? 5.9915. therefore probability of chi square 2 greater than chi square ലെ chi square എത്ര കിട്ടി? 5.99. ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് ഒരു അസൈൻമെന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. Find the value of chi square if probability of chi square 15 greater than chi square is equal to 0.10. B, okay, probability of chi square 7 greater than chi square is equal to 0.05. C, probability of chi square 10 greater than chi square is equal to 0.01. അപ്പോൾ ഈ മൂന്ന് പ്രോബ്ലം സ്വയം ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേബിൾ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേബിൾ നോക്കാൻ പഠിച്ചാൽ മാത്രമേ chi squareന്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.